Network News is brought to you in association with Kalarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyannur. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. പിലാത്തറ ചന്തപുര മാതമംഗലം റോഡ് മെക്കാഡം ടാറിംഗ് പ്രവൃത്തി പാതി വഴിയിൽ നിലച്ചത് നാട്ടുകാർക്ക് ദുരിതമാകുന്നു. കരാറുകാരന്റെ മരണത്തെ തുടർന്നാണ് പ്രവൃത്തി നിലച്ചത്. പുനരാരംഭിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഇതുവരെ നടപടിയുണ്ടായിട്ടില്ല. റോഡിൽ പലയിടത്തും പുതിയ കൽവെട്ടുകളും മറ്റും നിർമ്മിക്കുന്നതിനുള്ള പണി തുടങ്ങിയെങ്കിലും പാതി വഴിയിലാണ്. ഇത് വാഹന ഗതാഗതത്തിനും കാൽനടയാത്രക്കാർക്കും ഭീഷണിയാവുകയാണ്. പൊതുമരാമത്ത് വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഓൺലൈൻ മുഖേന ഉദ്ഘാടനം നിർവഹിച്ചതിനു ശേഷം പ്രവൃത്തി പുരോഗമിക്കുന്നതിനിടയിലായിരുന്നു കരാറുകാരന്റെ മരണം. മലയോര മേഖലയിലേക്കുള്ള പ്രധാന പാതയായ ചെറുതാഴം കുറ്റൂർ പെരിങ്ങോം റോഡിന്റെ ഭാഗമായ പിലാത്തറ മുതൽ ചന്തപുര വരെയുള്ള ഭാഗങ്ങൾക്ക് 6 കോടി രൂപയും ചന്തപുര മുതൽ മാതമംഗലം വരെ 5 കോടി രൂപയും പിലാത്തറ ടൗൺ സൗന്ദര്യവത്കരണത്തിന് നവകേരള സദസ്സിൽ ഉൾപ്പെടുത്തി 2 കോടി രൂപയും ഉൾപ്പെടെ ആകെ 13 കോടി രൂപയാണ് പദ്ധതിക്ക് അനുവദിച്ചത്. ഇതിൽ ടെൻഡർ നടപടി പൂർത്തീകരിച്ച് കരാറുടമ്പടിയിൽ ഏർപ്പെട്ട ചന്തപുര മുതൽ മാതമംഗലം വരെയുള്ള ആദ്യഘട്ട പ്രവൃത്തിയാണ് ആദ്യം തുടങ്ങിയത്. ഈ കാണുന്നത് പിലാത്ര മാതമംഗലം റോഡാണ്. ഇവിടെ റോഡ് പണി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ കൽവർട്ടൊക്കെ ഇങ്ങനെ പണി തുടങ്ങി പകുതിയായിട്ട് ആണ് ഉള്ളത്. ഇതിൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ ഈ കരാറെടുത്ത ആൾ മരണപ്പെട്ടു പോയി എന്നുള്ളതാണ്. അതൊക്കെ ശരിയാണ്. എങ്കിൽ കൂടി ഈ കരാറ് എടുത്താൽ മരണപ്പെട്ടാൽ കൂടി ഇതിന് വേണ്ടുന്ന ഉദ്യോഗസ്ഥർ ഇപ്പം മഴ വരാൻ വേണ്ടി പോവുകയാണ്. ഇതിപ്പം മെയ് മാസത്തിലേക്ക് കടക്കുകയാണ്. അടുത്ത തന്നെ മഴ തുടങ്ങും. അതിനു മുന്നേ ഈ കൽവെട്ടൊക്കെ പൂർത്തിയായിട്ടില്ലെങ്കിൽ അപകടങ്ങൾ ഉണ്ടാവും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഈ പകുതിയെ കൽവെട്ടായിട്ടുള്ളൂ. ഇത് കഴിഞ്ഞിട്ട് വേണം ഇവിടെ മെക്കാഡം ടാറിങ് ചെയ്യാൻ. റോഡൊക്കെ കുറച്ച് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. ഈ റോഡിൻ്റെ പണി ഈ കൽവെട്ട് പകുതിയാക്കി എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കുക. ഈ മെക്കാഡം ടാറിങ് അടുത്ത മഴയ്ക്ക് മുന്നേ പൂർത്തീകരിക്കുക എന്നുള്ളത് ദുഷ്കരമായ ഒരു കാര്യമാണ്. എങ്കിൽ കൂടി ഈ റോഡിൽ പിലാത്തറ മുതൽ മാതമംഗലം വരെയുള്ള നിലവിലുള്ള റോഡ് അത്യാവശ്യമായ സ്ഥലങ്ങളിൽ അടിത്തറ ശക്തിപ്പെടുത്തി 5.50 മീറ്ററിൽ നിന്നും 7 മീറ്റർ വീതി കൂട്ടി മെക്കാഡം ടാറിംഗ് ചെയ്യുന്നതിനും കൽവെട്ടുകൾ, ഡ്രെയിനേജ് എന്നിവ പുതുക്കി പണിയുന്നതിനും ആവശ്യമായ സ്ഥലങ്ങളിൽ പുതിയ കൽവെട്ടും ഡ്രെയിനേജും ആധുനിക രീതിയിലുള്ള റോഡ് സുരക്ഷാ സംവിധാനങ്ങളും പദ്ധതിയിൽ വിഭാവനം ചെയ്തിട്ടുണ്ട്. അതേസമയം കരാറെടുത്ത ആളിന്റെ ബന്ധുക്കളുമായി സംസാരിച്ചതിൽ പ്രവൃത്തി പൂർത്തിയാക്കാൻ അവർ സന്നദ്ധത അറിയിച്ചതായും 2 ആഴ്ചക്കകം പണി തുടങ്ങാനാവും എന്നുമാണ് പ്രതീക്ഷയെന്നും പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ പറയുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പഴയങ്ങാടി പാലത്തിന് സമീപത്ത് വാഹനമിടിച്ച് തകർന്ന കൈവരികൾ പുനഃസ്ഥാപിച്ചിട്ടില്ല. അപകട ഭീഷണിയിൽ യാത്രക്കാർ. രാത്രികാലങ്ങളിൽ വെളിച്ചക്കുറവും അപകട സാധ്യത ഇരട്ടിയാക്കുന്നു. പ്രതിഷേധം വ്യാപകം. ഏകദേശം 2 വർഷം മുൻപാണ് ടാങ്കർ ലോറിയും ടെമ്പോ ട്രാവലറും കൂട്ടിയിടിച്ച് പഴയങ്ങാടി പാലത്തിലെ കൈവരികൾ തകർന്നത്. ഗ്യാസ് ചോർച്ചയില്ലാത്തത് കൊണ്ട് വൻ ദുരന്തം തലനാരിഴയ്ക്ക് ഒഴിവായിരുന്നു. എന്നാൽ അപകടത്തെ തുടർന്ന് തകർന്ന പാലത്തിന്റെ കൈവരികൾ ഒന്നും മാറ്റി സ്ഥാപിക്കാൻ ഇതുവരെയും ബന്ധപ്പെട്ട അധികൃതർ തയ്യാറായിട്ടില്ല. ദിവസേന 100 കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന KSTP റോഡിലെ പഴയങ്ങാടി പാലത്തിന് സമീപം കൈവരിയില്ലാത്തത് വലിയ അപകട സാധ്യതയാണ് ഉണ്ടാക്കുന്നത്. പാലത്തിന് സമീപത്തെ വീടുകൾക്കും ഇതേറെ ഭീഷണിയാണ്. ബന്ധപ്പെട്ട അധികൃതരുടെ അനാസ്ഥയാണ് ഇതിന് കാരണമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. പാലത്തിന്റെ മറ്റു പല ഭാഗങ്ങളിലും കൈവരികൾ തകർന്നിട്ടുണ്ട്. ഇതെല്ലാം സമയബന്ധിതമായി അറ്റകുറ്റപ്രവൃത്തി നടത്തേണ്ടത് അധികൃതരുടെ ഉത്തരവാദിത്തമാണ്. എന്നാൽ യാതൊരു നടപടിയും ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. ഇതിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. പെരളം രക്തസാക്ഷി പുന്നക്കോടൻ കുഞ്ഞമ്പുവിന്റെ 78ാം രക്തസാക്ഷിത്വ ദിനം സമുചിതമായി ആചരിച്ചു. കൊഴുമ്പൽ രക്തസാക്ഷി നഗറിൽ നടന്ന പൊതുസമ്മേളനം CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് ഉദ്ഘാടനം ചെയ്തു. ഞങ്ങൾ
ഭൂമിക്കും ഭക്ഷണത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടി പൊരുതി 1948 ഏപ്രിൽ 23 MSPയുടെ വെടിയേറ്റ് രക്തസാക്ഷിത്വം വരിച്ച പേരളം രക്തസാക്ഷി പുന്നക്കോടൻ കുഞ്ഞമ്പുവിന്റെ രക്തസാക്ഷിത്വ ദിനം സമുചിതമായി ആചരിച്ചു. വ്യാഴാഴ്ച രാവിലെ പുത്തൂരിലെ സ്മൃതി മണ്ഡപത്തിൽ പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ ടി.ഐ. മധുസൂദനൻ പതാക ഉയർത്തി. സി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. വൈകുന്നേരം കൊഴുമൽ വായനശാല പരിസരത്ത് നിന്ന് ആരംഭിച്ച ബഹുജന പ്രകടനം കൊഴുമൽ രക്തസാക്ഷി നഗറിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് ഉദ്ഘാടനം ചെയ്തു. ഭക്ഷ്യവസ്തുക്കൾ കൊണ്ടുവരുന്ന മേഖലകളെ അടക്കുക, ഇപ്പോഴും നമ്മളത് കാണുകയാണ്. യാത്ര തടസ്സപ്പെടുത്തുക, ഭക്ഷ്യവസ്തുക്കൾ പട്ടാളം പിടിച്ചെടുക്കുക, ഇങ്ങനെ വ്യത്യസ്ത രാജ്യങ്ങളിൽ വളരെ ആസൂത്രിതമായി ഭക്ഷ്യക്ഷാമം ഉണ്ടാക്കുക. അതിന്റെ ഭാഗമായിട്ടാണ് ഒരു ഘട്ടത്തിൽ ബംഗാൾ ക്ഷാമം നമ്മളെല്ലാവരും ചരിത്രത്തിൽ പഠിച്ചതാണ്. 1943 ഘട്ടത്തിലാണ് ബംഗാൾ ക്ഷാമം ഉണ്ടാകുന്നത്. അന്ന് ഏതാണ്ട് 38 ലക്ഷത്തോളം മനുഷ്യരാണ്, 38 ലക്ഷത്തോളം മനുഷ്യർ പട്ടിണി കിടന്ന് ബംഗാൾ ക്ഷാമത്തിന്റെ ഭാഗമായിട്ട് മരണപ്പെടുകയാണ്. യുദ്ധമുണ്ടാക്കിയ കെടുതിയായിരുന്നു, സാമ്രാജ്യത്വ യുദ്ധത്തിന്റെ കെടുതിയായിരുന്നു. അങ്ങനെ ഭക്ഷ്യക്ഷാമം ലോകത്തിലാകെ നിലനിൽക്കുന്ന ഒരു ഘട്ടം, നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു ഘട്ടം. ആ ഘട്ടത്തില് ഭക്ഷ്യക്ഷാമത്തെ ഒരു അവസരമാക്കി ഉപയോഗിക്കാനാണ് ജന്മിമാര് തീരുമാനിച്ചത്. M. രാഘവൻ ചടങ്ങിൽ അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ T.I. മധുസൂദനൻ, CPI ജില്ലാ സെക്രട്ടറി P. സന്തോഷ് കുമാർ, CPIM പയ്യന്നൂർ ഏരിയ സെക്രട്ടറി P. സന്തോഷ്, സരിൻ ശശി, C. കൃഷ്ണൻ, V. നാരായണൻ, T. ഗോപാലൻ, KK ഗംഗാധരൻ, M. രാമകൃഷ്ണൻ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. സമാപന പൊതുയോഗത്തിൽ രക്തസാക്ഷി പുന്നക്കോടൻ കുഞ്ഞമ്പുവിന്റെ മകൻ KP ഭാസ്കരൻ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. തിരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരുന്നതിന് മുൻപേ പഴയങ്ങാടി BV റോഡിൽ VD സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചുകൊണ്ട് ഫ്ലെക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടു. മാടായി കൂട്ടായ്മയുടെ പേരിലാണ് ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത്. പഴയങ്ങാടി BV റോഡ് ഓട്ടോ സ്റ്റാൻഡിന് സമീപമാണ് മാടായി കൂട്ടായ്മയുടെ പേരിൽ ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ചത്. വെള്ളിയാഴ്ച രാവിലെയാണ് ബോർഡ് ശ്രദ്ധയിൽപ്പെട്ടത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം മെയ് 4 പുറത്തുവരുന്നതിന് മുൻപേ തന്നെ പ്രതിപക്ഷ നേതാവായ VD സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചുകൊണ്ടാണ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടത്. ഇതോടെ തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ചുള്ള അനുമാനങ്ങൾക്കും രാഷ്ട്രീയ ചർച്ചകൾക്കും കൂടുതൽ ചൂടേറുകയാണ്. UDF ശക്തമായ തിരിച്ചുവരവ് പ്രതീക്ഷിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ ശ്രദ്ധേയമാകുന്നത്. അതേസമയം ഭരണകക്ഷിയായ LDF വീണ്ടും അധികാരം നിലനിർത്തുമെന്ന ആത്മവിശ്വാസത്തിലുമാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ആവശ്യത്തിന് ബസ്സുകളുണ്ടെങ്കിലും ഓടിക്കാൻ ഡ്രൈവർമാരില്ലാത്തത് പയ്യന്നൂർ KSRTC ഡിപ്പോയുടെ പ്രവർത്തനത്തെ പ്രതികൂലമാക്കുന്നു. ഡ്രൈവർമാരുടെ കുറവ് കാരണം നിലവിൽ ദീർഘദൂര സർവീസുകളെയാണ് ഇത് കാര്യമായി ബാധിച്ചിരിക്കുന്നത്. KSRTCയുടെ പയ്യന്നൂർ ഡിപ്പോയിൽ നിലവിൽ 78 ബസ്സുകളുണ്ട്. അതോടൊപ്പം 20ഓളം ഡ്രൈവർമാരുടെ കുറവാണ് ഡിപ്പോയിൽ നിലവിലുള്ളത്. പയ്യന്നൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള സർവീസിനെയാണ് ഈ പ്രതിസന്ധി ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത്. ഡ്രൈവർമാരുടെ കുറവ് കാരണം ആഴ്ചയിൽ 2 ദിവസം മാത്രമാണ് ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് സർവീസ് നടന്നത്. ഈ ബസ് എല്ലാ ദിവസവും സർവീസ് നടത്തണമെന്ന ആവശ്യം ശക്തമാണെങ്കിലും ഡ്രൈവർമാരില്ലാത്തതിനാൽ അത് നടപ്പിലാക്കാൻ അധികൃതർക്ക് സാധിക്കുന്നില്ല. നിലവിൽ കണ്ണൂരിനപ്പുറത്തേക്ക് പയ്യന്നൂർ ഡിപ്പോയിൽ നിന്ന് മറ്റ് ദീർഘദൂര സർവീസുകളൊന്നുമില്ല. നിലവിലെ ഒഴിവുകൾ താൽക്കാലികമായി പരിഹരിക്കാൻ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകൾ വഴി ഡ്രൈവർമാരെ നിയമിക്കണമെന്നാണ് ആവശ്യം. ഇതിന് അനുമതി ലഭിച്ചാൽ ഉത്തര മലബാറിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള യാത്രക്കാർക്ക് വലിയ ആശ്വാസമാകും. മറ്റ് സർവീസുകൾ മുടങ്ങാതെ കൊണ്ടുപോകാനും ഇത് സഹായിക്കും. കേരളത്തിലെ മികച്ച ഡിപ്പോകളിലൊന്നായ പയ്യന്നൂർ ബജറ്റ് ടൂറിസത്തിന്റെ ഭാഗമായി മൂന്നാർ, ഗവി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് വിജയകരമായി സർവീസുകൾ നടത്തുന്നുണ്ട്. കൂടാതെ വാഹന പുകപരിശോധനാ കേന്ദ്രം ഉൾപ്പെടെയുള്ള വികസന പദ്ധതികളും ഡിപ്പോയിൽ നിലവിലുണ്ട്. ഈ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഉണ്ടെങ്കിലും ജീവനക്കാരുടെ കുറവ് ഡിപ്പോയുടെ പൂർണ്ണമായ വളർച്ചയ്ക്ക് തടസ്സമാവുകയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ എടാട്ട് കാർത്തിക കമ്മ്യൂണിക്കേഷൻസ് കൺട്രോൾ റൂമിലുണ്ടായ തീപിടുത്തത്തിൽ വ്യാപക നാശനഷ്ടം. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് അപകടമുണ്ടായത്. സതീഷ് കുമാർ MPയുടെ ഉടമസ്ഥതയിലുള്ള കൺട്രോൾ റൂമിലാണ് വെള്ളിയാഴ്ച ഉച്ചയോടെ തീപിടുത്തമുണ്ടായത്. ഏകദേശം 6 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. പ്രധാന സ്വിച്ചുകൾ, OLT കേബിളുകൾ എന്നിവ പൂർണ്ണമായും കത്തിനശിച്ചു.
അമിതമായ ചൂട് കാരണമാണ് തീപിടുത്തമുണ്ടായതെന്നാണ് പ്രാഥമിക നിഗമനം. വീടിനോട് അനുബന്ധിച്ചായിരുന്നു കൺട്രോൾ റൂം പ്രവർത്തിച്ചിരുന്നത്. അതിനാൽ വീടിനും ഭാഗികമായി നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ 2ാം വാർഡിലെ മെമ്പർ പ്രൊസീഡിയാണ്. നമ്മുടെ എടാട്ട് പ്രദേശത്ത് ചെറാട്ട് KBT വിതരണം നടത്തുന്ന നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന കാർത്തിക കമ്മ്യൂണിക്കേഷന്റെ കൺട്രോൾ റൂം പൂർണ്ണമായും കത്തിനച്ച നിലയിലാണ്. ഇപ്പോഴത്തെ കാലാവസ്ഥയുടെ ചൂട് കാരണമാണെന്നാണ് കരുതുന്നത്. അതുപോലെ തന്നെ വീടിനെയും അത് സാരമായി ബാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ അത് പൂർണ്ണമായും നല്ല രീതിയിൽ പ്രവർത്തനം തുടങ്ങാനുള്ള എല്ലാ നടപടികളും അവരിപ്പോൾ സ്വീകരിക്കുന്നു. തീപിടുത്ത വിവരമറിഞ്ഞ കുഞ്ഞിമംഗലം പഞ്ചായത്ത് വാർഡ് മെമ്പർ, COA നോർത്ത് മേഖലാ പ്രസിഡന്റ് രാജൻ KV തുടങ്ങി കേബിൾ TV സംഘടനാ ഭാരവാഹികൾ സ്ഥലം സന്ദർശിച്ചു. കൺട്രോൾ റൂമിലെ ഉപകരണങ്ങൾ നശിച്ചതിനെ തുടർന്ന് എടാട്ട് ഭാഗത്തെ കേബിൾ TV ഇന്റർനെറ്റ് സംപ്രേഷണം തടസ്സപ്പെട്ടിരിക്കുകയാണ്. തകരാർ പരിഹരിച്ച് സേവനം പുനഃസ്ഥാപിക്കുന്നതുവരെ ഉപഭോക്താക്കൾ സഹകരിക്കണമെന്ന് കാർത്തിക കമ്മ്യൂണിക്കേഷൻസ് അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. വേനൽ കടുത്തതോടെ ക്ഷീരകർഷകർ പ്രതിസന്ധിയിൽ. ഉൽപാദന ചെലവ് വർദ്ധിച്ചതും പാൽ ഉൽപാദനം കുറഞ്ഞതും കടുത്ത ചൂടും രോഗബാധയുമെല്ലാം ക്ഷീരകർഷകരുടെ നടുവൊടിക്കുകയാണ്. വേനൽ കടുത്തതോടെ ക്ഷീരകർഷകർ ആശങ്കയിലായി. പാലുൽപാദനം ഗണ്യമായി തന്നെ കുറഞ്ഞു. ഒരു പശുവിൽ നിന്ന് 1 ലിറ്റർ മുതൽ 4 ലിറ്റർ വരെ പാൽ കുറയുന്നതായി കർഷകർ പറയുന്നു. ചൂട് കൂടിയതു കാരണം പശുക്കളുടെ ശരീര ഊഷ്മാവ് കൂടുകയും ദഹന പ്രക്രിയയെ അത് സാരമായി ബാധിക്കുകയും ചെയ്യുന്നതാണ് പ്രശ്നം. ദിനംപ്രതി 80 ലിറ്റർ മുതൽ 100 ലിറ്റർ വരെ വെള്ളം പശുക്കൾക്ക് കുടിക്കാൻ ആവശ്യമാണ്. പശുക്കളുടെ ചൂട് കുറയ്ക്കാൻ 3 തവണയെങ്കിലും കുളിപ്പിക്കണം. ഇതിനു പുറമെയാണ് കാലിത്തീറ്റയുടെ വില. ചാക്കൊന്നിന് 1600 മുതൽ മുകളിലേക്കാണ് വില. 1 ലിറ്റർ പാൽ ഉൽപ്പാദിപ്പിക്കുവാൻ ഏകദേശം 55 രൂപ മുതൽ 60 രൂപ വരെയാകും. സൊസൈറ്റിയിൽ നിന്ന് കർഷകന് ലഭിക്കുന്നതാകട്ടെ ശരാശരി 45 രൂപയും. 3 വർഷം മുൻപാണ് സംസ്ഥാനത്ത് അവസാനമായി പാൽവില വർദ്ധിപ്പിച്ചത്. ഇപ്പോൾ പാൽവില വർദ്ധിക്കുമെന്ന് പറയുന്നുണ്ട് എന്ന് മാത്രം. ഇങ്ങനെ പോയാൽ നാട്ടിൽ നിന്ന് കന്നുകാലി വളർത്തൽ അപ്രത്യക്ഷമാകാൻ ഏറെ നാളുകളൊന്നും വേണ്ടിവരില്ല. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പഴയങ്ങാടി മുട്ടുകണ്ടി ഏഴോം റോഡ് തകർന്ന് ഗതാഗതം ദുഷ്കരം. പഴയങ്ങാടിയിൽ നിന്നും എളുപ്പത്തിൽ തളിപ്പറമ്പ് ഭാഗത്തേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന റോഡ് തകർന്നതോടെ ദുരിതത്തിലായിരിക്കുകയാണ് നാട്ടുകാർ. ദിവസേന നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡാണിത്. പഴയങ്ങാടിയിൽ നിന്ന് മുട്ടുകണ്ടി വഴി ഏഴോം തളിപ്പറമ്പ് ഭാഗത്തേക്കുള്ള റോഡാണ് തകർന്നത്. റോഡിലെ വലിയ കുഴികൾ വാഹനയാത്രക്കാർക്ക് അപകട ഭീഷണിയാകുന്നു. ചിലയിടങ്ങളിൽ വ്യാപകമായി റോഡ് തകർന്നിട്ടുണ്ട്. മറ്റിടങ്ങളിൽ ചെറിയ ചെറിയ കുഴികൾ രൂപപ്പെട്ടു. കരിങ്കൽ ചീളുകൾ പുറത്തേക്ക് തെറിക്കുന്ന അവസ്ഥയിലാണ്. നേരത്തെ KSRTC ബസ് ഉൾപ്പെടെ ഓടിയിരുന്ന റൂട്ടിൽ പിന്നീട് ബസ് സർവീസ് നിലയ്ക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ചെറുവാഹനങ്ങളെയും ഓട്ടോറിക്ഷയുമാണ് നാട്ടുകാർ പ്രധാനമായും ആശ്രയിക്കുന്നത്. റോഡ് തകർന്നതുമൂലം ഓട്ടോറിക്ഷ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഇതുവഴി സർവീസ് നടത്താൻ തയ്യാറാകുന്നില്ല. രോഗികൾ ഉൾപ്പെടെയുള്ള ആളുകളെ ആശുപത്രിയിൽ എത്തിക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥയിലാണ് നാട്ടുകാർ. മുട്ടുകണ്ടി മുതൽ ഏഴോം വരെയുള്ള ഭാഗങ്ങളിലാണ് വ്യാപകമായി റോഡ് തകർന്നത്. നമ്മൾ കാണുമ്പോൾ തന്നെ പഴയങ്ങാടി ഇങ്ങോട്ട് വരുന്ന ഇവിടുന്ന് ഈ മുട്ടുകണ്ടി മുതൽ ഏഴോം വരെ ഏകദേശം തകർച്ചയിലുള്ളത്. കാൽനട പോലും വിഷമാണ്. ഇവിടെ വേറെ വാഹനങ്ങളൊന്നുമില്ല, പ്രൈവറ്റായിട്ട് വരുന്ന വാഹനങ്ങളിലും പൊതുവാഹനങ്ങളൊന്നുമില്ല. ജനങ്ങൾക്ക് ഭയങ്കര പ്രയാസമാണ്. നന്നാക്കല്ല നടപടി ഉണ്ടാകും. മഴക്കാലം എത്തുന്നതിന് മുൻപേ റോഡിൽ അറ്റകുറ്റപ്രവൃത്തി നടത്തിയില്ലെങ്കിൽ ഇതുവഴിയുള്ള യാത്ര ഏറെ ദുരിതമാകും. അടിയന്തരമായും റോഡ് അറ്റകുറ്റപ്രവൃത്തി നടത്തണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പയ്യന്നൂരിൽ INL 33ാം സ്ഥാപക ദിനം ആചരിച്ചു. ദിനാചരണത്തിന്റെ ഭാഗമായി പതാക ഉയർത്തി. തുടർന്ന് ഏഴിമല സ്നേഹക്കൂട്ടിലെ അന്തേവാസികൾക്ക് ഭക്ഷണം വിതരണം ചെയ്തു. INL പയ്യന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാർട്ടിയുടെ 33ാം സ്ഥാപക ദിനം ആചരിച്ചു. പയ്യന്നൂരിൽ നടന്ന ചടങ്ങിൽ പാർട്ടി കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ഇക്ബാൽ പോപ്പുലർ പതാക ഉയർത്തി സ്ഥാപക ദിന പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. ചടങ്ങിൽ K. അബ്ദുൽ മജീദ്, ഫാറൂഖ് ATP, SV മുഹമ്മദ് അഷ്റഫ്, റയ്യാൻ ഹാഷിം, സഹീർ K തുടങ്ങിയവർ പങ്കെടുത്തു. സ്ഥാപക ദിനാചരണത്തിന്റെ ഭാഗമായി നേതാക്കളും പ്രവർത്തകരും ചേർന്ന് പ്രദേശത്തെ രോഗികളെ വീടുകളിലെത്തി സന്ദർശിച്ചു. കൂടാതെ ഏഴിമല സ്നേഹക്കൂടിലെ അന്തേവാസികൾക്ക് ഭക്ഷണ വിതരണം നടത്തി. അവരോടൊപ്പം സമയം ചിലവഴിച്ച് സൗഹൃദം പങ്കിട്ടു. സേവന പ്രവർത്തനങ്ങളിലൂടെ ജനങ്ങളുമായി കൂടുതൽ അടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തവണ സ്ഥാപക ദിനം ആചരിച്ചതെന്ന് നേതാക്കൾ അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കേരള മോട്ടോർ സ്പോർട്സ് വെൽഫെയർ സൊസൈറ്റിയും രാജസ്ഥാൻ മോട്ടോർ സ്പോർട്സും സംയുക്തമായി സംഘടിപ്പിക്കുന്ന
കേരള അഡ്വഞ്ചർ ട്രോഫി സീസൺ 7 ഏപ്രിൽ 25, 26 തീയതികളിൽ കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിലെ 7 വയലിൽ നടക്കും. ശനിയാഴ്ച രാവിലെ 7:30 ഭവാനി സർവകലാശാല പരിസരത്ത് നിന്ന് റാലി ഫ്ളാഗ് ഓഫ് ചെയ്യും. 9 കാറ്റഗറികളിലായി വനിതകൾ ഉൾപ്പെടെ 150ഓളം ഡ്രൈവർമാർ പങ്കെടുക്കും. വിജയികൾക്ക് 12 ലക്ഷം രൂപ വിലമതിക്കുന്ന ആകർഷകമായ സമ്മാനങ്ങൾ നൽകും. ഭിന്നശേഷിക്കാർക്കായി വിദഗ്ധ ഡ്രൈവർമാർ നയിക്കുന്ന പ്രത്യേക റൈഡും അവർക്കായി പ്രത്യേക ഗാലറിയും ഒരുക്കിയിട്ടുണ്ട്. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ട്രാക്ക്, എല്ലാ മത്സരാർത്ഥികൾക്കും ഇൻഷുറൻസ് പരിരക്ഷ, മെഡിക്കൽ ടീം, ആംബുലൻസ് സൗകര്യം എന്നിവയും ഉറപ്പാക്കിയിട്ടുണ്ട്. 15 ഏക്കറിൽ 2 വേദികളിലായാണ് മത്സരം. ഫുഡ് കോർട്ടുകൾ, തണ്ണീർപന്തൽ, ആലക്കാട് വായനശാലയിൽ നിന്ന് ഏഴുംവയലിലേക്ക് സൗജന്യ ഓട്ടോ സർവീസ് എന്നിവ ലഭ്യമാണ്. എം വിജിൻ MLA ചെയർമാനായുള്ള സംഘാടക സമിതിയാണ് പരിപാടിക്ക് നേതൃത്വം നൽകുന്നത്. സിനിമാ താരം മോഹൻലാലാണ് സോഷ്യൽ മീഡിയയിലൂടെ പ്രമോഷൻ വീഡിയോ പുറത്തിറക്കിയത്. കേരളത്തിലെ സ്പോർട്സ് ടൂറിസത്തിന് ഈ ഇവന്റ് വലിയ കരുത്താകുമെന്ന് MLA അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ സുജീഷ് കോലത്തൊടി, രവീഷ് നന്ദൻ, ഷൈനി ചൗധരി, എം വിജിൻ MLA, കെ പത്മനാഭൻ, TV ചന്ദ്രൻ, പി നാരായണൻ എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കാങ്കോൽ ശ്രീ മഹാശിവക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിന് വലിയ ഭക്തജനത്തിരക്ക്. ഭാഗവത പാരായണം കേൾക്കാൻ ഓരോ ദിവസവും നിരവധി പേരാണ് ക്ഷേത്രത്തിലെത്തുന്നത്. കാങ്കോൽ ശ്രീ മഹാശിവക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിന് വലിയ ഭക്തജനത്തിരക്ക്. ഭാഗവത പാരായണം കേൾക്കാൻ ഓരോ ദിവസവും നിരവധി പേരാണ് ക്ഷേത്രത്തിലെത്തുന്നത്. പെരികമന ശ്രീനാഥ് നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ. ഇരുപത്തിമൂന്നിന് വ്യാഴാഴ്ച ഗജേന്ദ്രമോക്ഷം, പാലാഴിമഥനം, കൂർമാവതാരം, വാമനാവതാരം, മത്സ്യാവതാരം, അംബരീക്ഷചരിതം, ശ്രീരാമചരിതം, ബാലരാമാവതാരം, ശ്രീകൃഷ്ണാവതാരം എന്നീ ഭാഗങ്ങളാണ് പാരായണം ചെയ്തത്. തുടർന്ന് ഭജനസന്ധ്യയും അരങ്ങേറി. സപ്താഹയജ്ഞം 26-ന് സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കരിവള്ളൂർ. കാങ്കോൽ സർവീസ് സഹകരണ ബാങ്ക് പ്ലാറ്റിനം ജൂബിലി ആഘോഷവും സെക്രട്ടറി തസ്തികയിൽ നിന്നും വിരമിക്കുന്ന KP രതിയുടെ യാത്രയപ്പ് സമ്മേളനവും ഏപ്രിൽ 25-ന് വൈകുന്നേരം 5 മണിക്ക് ബാങ്ക് പരിസരത്ത് നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കാങ്കോൽ സർവീസ് സഹകരണ ബാങ്ക് 75-ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് 1 വർഷം നീളുന്ന വൈവിധ്യമാർന്ന പരിപാടികൾ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഉദ്ഘാടനം ശനിയാഴ്ച വൈകിട്ട് 5 മണിക്ക് കുണ്ടിയംകോവലിൽ കേരള ബാങ്ക് പ്രസിഡന്റ് P. മോഹനൻ നിർവഹിക്കും. 40 വർഷത്തെ സേവനത്തിനു ശേഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന ബാങ്ക് സെക്രട്ടറി KP രതിക്കുള്ള യാത്രയപ്പും ഉപഹാര സമർപ്പണവും TI മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് ഗായകൻ ആദിത്യൻ നയിക്കുന്ന ഗസൽ സന്ധ്യ. 1951-ൽ PV കരുണാകരൻ നമ്പ്യാർ പ്രസിഡന്റായും TK പൊതുവാൾ സെക്രട്ടറിയായും രൂപീകരിച്ച ഐക്യനാണയ സംഘമാണ് വളർച്ചയുടെ പടവുകൾ താണ്ടി 93 കോടി നിക്ഷേപവും 76 കോടി വായ്പയും ഉൾപ്പെടെ നമ്പർ 1 ഗ്രേഡ് ബാങ്കായി വളർന്നത്. നിലവിൽ 5 ബ്രാഞ്ചുകൾ, സഹകരണ മേഖലയിലെ ആദ്യത്തെ BPCL പെട്രോൾ പമ്പ്, സൂപ്പർ മാർക്കറ്റ്, ജനസേവന കേന്ദ്രം, കാർഷിക ഉപകരണ വിതരണ കേന്ദ്രം, അഗ്രിമാർട്ട്, കിസാൻ മാർട്ട്, കഫേ, കോഫി എന്നിങ്ങനെ അനുബന്ധ സ്ഥാപനങ്ങളുമുണ്ട്. കുണ്ടിയംകോവൽ ഹെഡ് ഓഫീസിൽ ഒരു മിനി AC ഓഡിറ്റോറിയവുമുണ്ട്. വാർഷികത്തോടനുബന്ധിച്ച് ഇടപാടുകാർക്ക് പ്രത്യേക നിക്ഷേപ സമാഹരണ പദ്ധതിയുടെ ആരംഭം, ബ്രാഞ്ച് അടിസ്ഥാനത്തിൽ ഇടപാടുകാരുടെ സംഗമം, വായനശാലകളുമായി സഹകരിച്ച് സഹകരണ സെമിനാറുകൾ, സ്കൂൾ കുട്ടികൾക്ക് ക്വിസ് മത്സരം, വിദ്യാഭ്യാസ സ്കോളർഷിപ്പുകൾ, പൂർവ്വകാല ഭരണസമിതി അംഗങ്ങളുടെയും ജീവനക്കാരുടെയും സംഗമം, കുടുംബശ്രീ കലോത്സവം എന്നിവയുണ്ടാകും. സമാപനത്തോടനുബന്ധിച്ച് ഒരാഴ്ച നീളുന്ന മെഗാ ഫെസ്റ്റ് കാങ്കോലിൽ നടക്കും. 75 വർഷത്തിന്റെ അഭിമാന നേട്ടത്തെ അടയാളപ്പെടുത്തും വിധം പ്ലാറ്റിനം ജൂബിലി ഹാൾ ഉദ്ഘാടനം ഏറെ ശ്രദ്ധേയ പരിപാടിയാക്കും. ബാങ്ക് പ്രസിഡന്റ് PP സിദിൻ, വൈസ് പ്രസിഡന്റ് T. ദിവാകരൻ, ഡയറക്ടർ P. ഗണേശൻ, അസിസ്റ്റന്റ് സെക്രട്ടറി PV പ്രഭാകരൻ, N. അബ്ദുൾ സമീർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.